അങ്ങനെയെങ്കിൽ മോളെ മോൻ ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിൽ. ഇപ്പൊ എന്തിനാണ് എന്നെ നുള്ളിയത്? ഓ, നിങ്ങളായിരുന്നോ? എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാമല്ലേ? എപ്പോഴെങ്കിലും രണ്ടു വാക്ക് എന്നെ കൊണ്ട് ഇനി നിങ്ങൾ സംസാരിക്കും. സത്യം പറഞ്ഞ എന്റെ മോൻ അമ്പലത്തിൽ പോവാത്ത ഒരു ദിവസം പോലും ഇല്ല. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്വാമി നിശ്ചയത്തിനുള്ള നല്ലൊരു മുഹൂർത്തം കുറിച്ച് തരാന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫോണിൽ പറയാം. അന്നേരം നമുക്ക് നിശ്ചയത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. ഇനി എന്താ, ഇരു കൂട്ടർക്കും ബോധിച്ചു. ശുഭം. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ആയിക്കോട്ടെ. പോണോ? വേഗം ഇറങ്ങ് മോളെ, സമയം പോകുന്നു. സാരമില്ല മോനെ, കല്യാണം കഴിച്ചിട്ട് കാണാമല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങും. എന്നാ വരട്ടെ. എന്റെ കല്യാണം ഉറപ്പിച്ചു. ഇങ്ങോട്ട് കേറിയാ എന്റെ അമ്മ പെട്ടെന്ന് കല്യാണം നടത്തി തരണേ എന്റെ ചക്കരക്കുട്ട. എന്റെ പ്രിയപ്പെട്ട അമ്മായിച്ച, ഐ ലവ് യു. ശരി മോനെ, ശരി. ഇങ്ങോട്ടല്ലാതെ ഇങ്ങോട്ട് വരാൻ. എന്തായാലും എന്റെ സ്വത്തല്ലേ ഇതെല്ലാം. വണ്ടി എടുത്തോ. ബൈ. അമ്മേ, എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ. വിജയില്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛനാണെങ്കിൽ എല്ലാം സംസാരിച്ചുറപ്പിക്കുകയും ചെയ്തു. അമ്മേ, എന്തെങ്കിലും ചെയ്തൊന്ന് ഒഴിവാക്കി താ അമ്മേ. വിജയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട. വേറൊരു കല്യാണത്തിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മേ. ഞാൻ ഇത്രയൊക്കെ ആയതിനു ശേഷം എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. വേണ്ട, ഒന്നും പറയണ്ട. ഇത്രയും നാള് എന്തു പറയണോ, എങ്ങനെ പറയണോ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഒന്നും വേണ്ട, മതി. അവളുടെ പ്രേമം തലയിൽ കയറ്റി വെച്ചിട്ട് നീ ഒരു അമ്മയെന്നുള്ളതും പറഞ്ഞു. സ്നേഹമില്ലാത്ത സ്ഥലത്ത് എത്ര വെളിച്ചം ഉണ്ടായാലും വഴി കാണാൻ സാധിക്കില്ലെന്നേ. ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് എന്ത് തെറ്റ് ചെയ്തെന്നാ? നീ തെറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ പറഞ്ഞ എന്തെങ്കിലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാത്ത ഞാൻ എന്തുകൊണ്ടാ ഇപ്പൊ എതിർക്കുന്നത്? ഇത് അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രേമം എന്നത് രണ്ടുപേരുടെ മനസ്സൊന്നിക്കുന്ന ഒരു കാര്യമാണ്. നീ എല്ലാത്തിനും തർക്കുത്തരം പറയാല്ലേ? അല്ലെന്നേ, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞതാ. ഈ ഡിസ്കഷൻ ഇതോടുകൂടി മതിയാക്ക്. ദയവ് ചെയ്ത് എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത്. മര്യാദക്ക് നിർത്ത്. ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഇതുവരെ ഞാൻ നിന്റെ നേരെ കൈയൊങ്ങിയിട്ടില്ല. ഇനി അത് ഉണ്ടാവരുത്.